നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ ദുരന്തം വഴിമാറി. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ടയറുകൾ പൊട്ടിത്തെറിച്ചു. 29 മണിക്കൂർ നീണ്ട ദുരന്തത്തിന് ശേഷം ദുബായിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പുറപ്പെട്ടു. ബുധനാഴ്ച രാവിലെ പുറപ്പെടേണ്ട വിമാനമാണ് ഒരു ദിവസത്തിലധികം വൈകി പുറപ്പെട്ടത്. നിങ്ങൾ മോഹൻലാലിൻ്റെ വരവേൽപ്പ് അല്ലെങ്കിൽ വെള്ളാനകളുടെ നാട് ഇതുപോലുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടോ? ഞാൻ എന്തുകൊണ്ടത് പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഇന്നും നിലക്കായിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരു എയർലൈൻസിൻ്റെ വിഷയം. അല്ലേ, ടയർ പൊട്ടി, സമയത്തിന് ഫ്ലൈറ്റ് എടുത്തില്ല, ഉദ്ദേശിച്ച സ്ഥലത്ത് ലാൻഡ് ചെയ്തില്ല. വളരെ ഭീതിജനകമായ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എസ്പെഷ്യലി ഒരു പ്രവാസി എന്ന നിലക്ക് ഞാനും ആ വാർത്തകൾ വളരെ പേടിയോടുകൂടിയും ആശങ്കയോടുകൂടിയാണ് കേൾക്കുന്നത്. ഞാൻ ഈ 2 സിനിമകളുടെ പേര് പറഞ്ഞപ്പോൾ ഈ സിനിമ കണ്ട ആളുകൾക്ക് നിങ്ങൾക്ക് ഇതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരുവിധം ഒപ്പിച്ചു പോവുകയാണ് ഈ 2 സിനിമകളിലും മോഹൻലാൽ എന്നൊരു കഥാപാത്രം. അത് തന്നെയാണ് എനിക്ക് എയർലൈൻസിൻ്റെ കാര്യത്തിലും പറയാനുള്ളത്. പക്ഷേ ഇതിനെക്കുറിച്ച് പല വാർത്തകൾ വരുമ്പോൾ അതിൻ്റെ അടിയിൽ ആളുകൾ കമൻറ്റ് ചെയ്യും, എന്തിനാണ് നിങ്ങൾ ഈ എയർലൈൻ എടുക്കുന്നത്? അതിന് പകരം മറുപടിയായിട്ട് ചില ആളുകൾ പറയും, ഞങ്ങൾക്ക് ഇതേ താങ്ങുള്ളൂ, നിങ്ങളെപ്പോലെ വലിയ വിലയൊന്നും കൊടുത്ത് മറ്റ് ഫ്ലൈറ്റുകളിൽ പോകാൻ പറ്റില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ ജീവൻ്റെ അത്ര വിലയല്ല ഒരു 300 അല്ലെങ്കിൽ 400 ദിർഹം അല്ലെങ്കിൽ റിയാൽ കൂടുതൽ കൊടുക്കുക എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കതിന് സാധ്യമല്ലെങ്കിൽ നിങ്ങൾ 30 കിലോ ലഗേജുമായിട്ടായിരിക്കും നാട്ടിലേക്ക് പോകുന്ന, മിഠായിയോ അല്ലെങ്കിൽ പലതുമായിട്ട് നിങ്ങളെ വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. ഈ പെട്ടിയും നിങ്ങളും അവിടെ എത്താത്തൊരവസ്ഥ നിങ്ങൾ ആലോചിച്ചാൽ നമുക്ക് 2 അനുഭവം നമ്മളെ തൊട്ടടുത്തുള്ള 2 എയർപോർട്ടുകളിൽ ഉണ്ടായതാണ്. അതുകൊണ്ട് ആ ലഗേജിൻ്റെ അളവ് ലേശം കുറച്ചിട്ട് അത് നിങ്ങളുടെ ടിക്കറ്റ് റേറ്റ് കൂട്ടിയിട്ട് കുറച്ചും കൂടെ വിശ്വസ്തമായ നമുക്ക് സമാധാനം. അപകടം ദൈവനിശ്ചയമാണെങ്കിൽ എപ്പോഴും സംഭവിക്കും, പക്ഷേ ഒന്നും കൂടെ നമുക്ക് കോൺഫിഡൻറ്റ് ട്രസ്റ്റ്ഫുള്ളായിട്ടുള്ള ഇതിനൊരു ബിസിനസ്സായിട്ട്, ഇതിനൊരു നല്ല സർവീസായിട്ട്, ഇതിനൊരു പേരുദോഷം വരാതെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വിമാന കമ്പനികളുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്നെ കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ടിക്കറ്റിന് കുറച്ച് റേറ്റ് കൂടിയാൽ നിങ്ങളെ കാത്തിരിക്കുന്ന വീട്ടുകാർക്ക് സമാധാനം കിട്ടുന്ന രീതിയിലുള്ള ഒരു എയർവേ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് യാത്ര ചെയ്യുക.